വെനസ്വേലയെ വിറപ്പിച്ച തുടർ ഭൂകമ്പത്തിൽ മരണം 10,000 കടക്കുമെന്ന് റിപ്പോർട്ട്. ഭൂചലനങ്ങൾ പ്രാദേശിക സമയം ഇന്നലെ വൈകുന്നേരം 6 മണിയോടെ. റിക്ടർ സ്കെയിലിൽ 7.5 വരെ തീവ്രത. കാരക്കാസിൽ നിന്നും 250 കിലോമീറ്റർ അകലെ പ്രഭവ കേന്ദ്രം. സുനാമി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചു. ഇറാനെ വരുതിക്ക് നിർത്തിയെന്ന് ട്രംപ്. പശ്ചിമേഷ്യൻ സമാധാനത്തിന് പുതിയ രൂപരേഖയായി. സമാധാന ശ്രമങ്ങൾ തുടർന്ന് ഖത്തർ. ഹോർമുസിൽ ട്രോൾ ഉണ്ടാകില്ലെന്ന ട്രംപിന്റെ വാദം ആവർത്തിച്ച് വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോ. സുഗമമായ ടാങ്കർ ഗതാഗതത്തിന് ഗൾഫിന്റെ ആകെ പിന്തുണ തേടി യുദ്ധം തുടങ്ങിയപ്പോൾ കുതിച്ച ക്രൂഡ് ഓയിൽ വില 75-ൽ താഴെയെത്തി. പഹൽഗാമിലെ കൂട്ടക്കുരുതിക്ക് ഭീകരർ ഒരാഴ്ച മുമ്പേ സജ്ജരായിരുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരം. സൈന്യം വധിച്ച ഭീകരരിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ തെളിവുകളിൽ നിരവധി നിർണായക സൂചനകൾ. ട്രാക്കിംഗ് ആപ്പ് അടക്കമുള്ള അത്യാധുനിക സങ്കേതങ്ങൾ ആസൂത്രണത്തിന് ഉപയോഗിച്ചെന്നും NIA കുറ്റപത്രത്തിൽ പരാമർശം. മുഖ്യമന്ത്രി VD സതീശൻ ഇനി ക്ലിഫ് ഹൗസിൽ. കുടുംബസമേതം രാവിലെ താമസം മാറി. കന്റോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു. അറ്റകുറ്റപ്പണി കഴിഞ്ഞാൽ കന്റോൺമെന്റ് ഹൗസിൽ പിണറായി വിജയൻ താമസത്തിനെത്തി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ED തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യും. മാസപ്പടി കേസിൽ ഇത് 2ാം ചോദ്യം ചെയ്യൽ. ലോക്കർ വിവരങ്ങളും SFIO പ്രോസിക്യൂഷൻ റിപ്പോർട്ടും സംബന്ധിച്ച കാര്യങ്ങൾ ചോദിച്ചറിയും. SFIOയിൽ നിന്ന് EDക്ക് ലഭിച്ചത് 134 നിർണായക രേഖകൾ. വീണയ്ക്ക് കുരുക്കു മുറുകുമെന്ന് സൂചന. തൊണ്ടിമുതൽ കേസിലെ ശിക്ഷ റദ്ദാക്കണമെന്ന് മുൻമന്ത്രി ആന്റണി രാജുവിന്റെ അപ്പീൽ ഇന്ന് കോടതിയിൽ. നെടുമങ്ങാട് കോടതി ശിക്ഷിച്ചത് 3 വർഷത്തേക്ക്. അപ്പീൽ വരുന്നത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയാതിരുന്നത് കേസിലെ ശിക്ഷ മൂലം. ഇടവേളയ്ക്ക് ശേഷം സജീവമായ മലപ്പുറം വിഭജന വിവാദം ഏറ്റുപിടിച്ച് സമസ്ത. ജില്ലാ വിഭജനം അനിവാര്യമെന്ന് SYS. ജനസംഖ്യാനുപാതികമായി വിഭജനം വേണമെന്ന് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ ന്യൂസ് 18നോട്. നടപടിക്രമങ്ങൾ സർക്കാർ കമ്മീഷന് തീരുമാനിക്കാം. സമസ്ത നിലപാട് ജില്ലാ വിഭജനത്തിൽ നിർണായകം. ജില്ലാ വിഭജനത്തിൽ സർക്കാരിനൊപ്പം നിൽക്കുമ്പോൾ PM ശ്രീയിൽ ശക്തമായ താക്കീലുമായി സമസ്തയുടെ നിലപാട്. വിദ്യാഭ്യാസത്തിൽ കാവ്യവൽക്കരണം പറ്റില്ല. മന്ത്രിസഭ ഉപസമിതി വേണ്ടത് തീരുമാനിക്കട്ടെ എന്നും പ്രതികരണം. ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ കൗൺസിലർ സുഗതനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ BJP. നിയമവിദഗ്ധരുമായി കൂടിയാലോചന തുടരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് 1 ദിവസത്തെ ഇളവ് തേടി ഹൈക്കോടതിയെ സമീപിക്കാൻ ആലോചന. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന ആവശ്യവുമായി CPM-ഉം കോടതിയിലേക്ക്. മാസങ്ങളായിട്ടും തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലെ പുനർനിർമ്മാണം പാതിവഴിയിൽ. സൗന്ദര്യവൽക്കരണവും വൈകുന്നു. സന്ദർശകർ എത്തുന്നില്ല. വേനലവധി തീരത്തെ കച്ചവടക്കാരുടെ വയറ്റത്തടിച്ചു. ഓണത്തിനെങ്കിലും നല്ല കച്ചവടം സ്വപ്നം കാണുന്നവർക്ക് തിരിച്ചടി. കോടികൾ കടലിൽ ഒഴുക്കിയത് മാത്രം മിച്ചം. കേരളത്തിന് പുറത്തേക്കും ഹിറ്റായി KSRTCയുടെ സൗജന്യ യാത്രാ വണ്ടി പ്രിയദർശിനി. വണ്ടി നിറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നുള്ള തോട്ടം തൊഴിലാളികൾ. സ്വകാര്യ ടെമ്പോകളെ പൂർണ്ണമായി അവഗണിച്ച് സ്ത്രീ തൊഴിലാളികൾ. യാത്ര സൗജന്യമായതോടെ കൂടുതൽ തൊഴിലാളികൾ വരുമെന്ന പ്രതീക്ഷയിൽ തോട്ടമുടമകൾ. ലോകകപ്പിൽ ചരിത്രം കുറിച്ച് ദക്ഷിണാഫ്രിക്ക. ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ച് ആദ്യമായി ലോകകപ്പ് നോക്കൌട്ടിൽ. ത്രസിപ്പിക്കുന്ന ജയത്തോടെ ബ്രസീലും മുന്നേറി. സ്കോട്ട്ലൻഡിനെ തകർത്തത് മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക്. വിനീഷ്യസ് ജൂനിയറിന് ഇരട്ട ഗോൾ.